ലാത്തിയടികൾ പൂച്ചെണ്ടുകൾ പോലെ ഏറ്റുവാങ്ങുന്ന, ഞാൻ ഇൻട്രോ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കെ സുരേന്ദ്രൻ വിശ്വവിഖ്യാതമായ ഉള്ളി തിന്ന കഥയിലെ നായകനാണ്. ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. ഒരു മെസ്സേജും ഇല്ല, ഞാൻ തിരിച്ചയക്കാറുമില്ല. സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കട്ടപ്പ എന്നുള്ള വിളി കേട്ടിട്ടുണ്ടല്ലോ. സമരത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഞാൻ തരാം. പറഞ്ഞിരുന്നു, അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാലും 1 ലക്ഷം രൂപ ഞാൻ തരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫ്ലൈറ്റ് മോഡ് ഓൺ. ഇതേവരെ ഞാനൊരു എക്സ്റ്റേണൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാൾ വീണു. അല്ല, ആ വീഴ്ചയിൽ സത്യത്തിൽ നമുക്കൊക്കെ വലിയ സങ്കടമുള്ള വീഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഇതോടെ അവസാനിച്ചു എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം നോൺ വെജ് കഴിച്ചു തുടങ്ങിയത്. അദ്ദേഹം മുട്ട പോലും കഴിക്കില്ലായിരുന്നു. പൊതിച്ചോറിനെ അങ്ങനെ വിമർശിക്കേണ്ടതായ സാഹചര്യമൊന്നുമില്ല. ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ആ നാട്ടുകാരനല്ലാത്ത എന്നുള്ളൊരു വിമർശനം നേരിട്ടാൽ എങ്ങനെ നേരിടും? ആറന്മുളയിൽ അങ്ങനെ 3 പ്രാവശ്യം പറ. ഇപ്പോഴാണ് പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കഴുത്തു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്. അഭിനയ കണ്ണ് ചിമ്മിട്ട് പറ. ചാണ്ടി ഉമ്മന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി ഈ ഞങ്ങളെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോരും. അത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. വാനു എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, ഹായ്. ഹായ്. തിരിച്ച് ഹായ് അടിച്ചാൽ കുടുങ്ങുമോ? ജെയ്ക്സി തോമസ്. ഇറാനിൽ യുദ്ധമാണെങ്കിലും ബാനുവിന്റെ ഫ്ലൈറ്റ് ഓൺ എയർ. നമ്മുടെ ഇന്നത്തെ സെഷൻ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ദ അൾട്ടിമേറ്റ് യൂത്ത് എനർജി, ലാത്തിയടികൾ പൂച്ചെണ്ടുകൾ പോലെ ഏറ്റുവാങ്ങുന്ന, ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യം, സമരമുഖങ്ങളിലെ പോരാട്ട വീര്യം, അബിൻ വർക്കി കൊടിയാട്ട്. ഹായ് അബിൻ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോണു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏറിന്നൊക്കെ വന്നോ? പിന്നെ വളരെ ഹിറ്റായിരുന്നു, നന്നായിരുന്നു. എന്താ അത് കണ്ടിട്ട് എന്താ തോന്നിയ? അല്ല, അത് നിങ്ങളുടെ ഫോൺ എപ്പോഴും ഫ്ലൈറ്റ് മോഡിലാണ് എന്നുള്ളത് മനസ്സിലായി. എപ്പോഴും ഏറിയിട്ട് പോകാൻ പോലുണ്ട്. അതില് കേട്ടപ്പോ അതില് വന്ന കമന്റ്സില് ഈ ജെൻസികൾ രാഷ്ട്രീയം പറയുന്നത് ഇത്തരത്തിലാകരുത് എന്നുള്ളൊരു കമന്റ് കണ്ടിരുന്നോ? ജെൻസികൾ ഓരോരുത്തർക്കും രാഷ്ട്രീയത്തിന് അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടുകളായിരിക്കില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ. പുതുതലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പഴയ തലമുറ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല. അപ്പം നമ്മളൊക്കെ വേറൊരു തരത്തിലാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതുതലമുറയുടെ രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇന്നത്തെ ഏറ്റവും വലിയ പ്രഥമമായ കാര്യം. അത് പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസേൺ ചെയ്യുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ഏത് രീതിയിലാണെങ്കിലും അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ. അപ്പോൾ പഴയ പോലത്തെ ഒരു ഗൗരവമില്ലാത്ത വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ചാനൽ ഡിബേറ്റുകളിലൊക്കെ കാണുന്ന ഒരു അബിൻ വർക്കിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ചില്ലായിട്ടുള്ള ഒരു മനുഷ്യൻ. ചാനൽ ഡിബേറ്റിൽ നമ്മൾ ചില്ലായി വന്നാലും നമ്മളെ വയലന്റ് ആക്കുന്നത് സത്യത്തിൽ ചാനലിലെ അവതാരകർ തന്നെയാണ്. കാരണം വയലന്റ് ആയാലാണ് റീച്ച് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ സമാധാനപ്രിയരായി ചാനൽ ചർച്ച വന്നാലും നമ്മളെ എങ്ങനെയെങ്കിലും കുത്തി ഇളക്കിയിട്ട് നമ്മളെ ചൂടാക്കുക എന്നുള്ളതാണ് അവരുടെ നയം. സത്യത്തിൽ ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ കൊടുത്ത ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു? പോയി മോഹൻലാലിനെ അൾട്ടിമേറ്റ് സ്റ്റാർ എന്ന് വിളിച്ചതിന് ശേഷം പിന്നെ അൾട്ടിമേറ്റ് ആയി നിങ്ങൾക്ക് എന്താ തോന്നിയത്? അൽപൊളി. ഓക്കെ. ഇനി ആ ഇൻട്രോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മുന്നേ ആയിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അബിൻ വർക്കി എന്ന് പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയേനെ. അപ്പോൾ അതില് അബിൻ ചേട്ടൻ എന്താ തോന്നുന്നത്? ഒരു സങ്കടമുണ്ട്, പക്ഷേ വിഷമമൊന്നുമില്ല, പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ എന്നുള്ളൊരു മൈൻഡാണോ? ദേശീയ സെക്രട്ടറി എന്ന് പറയാലോ, സംസ്ഥാനത്തേക്കാൾ വലുതാണല്ലോ ദേശീയം. അപ്പൊ അങ്ങനെ സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അഭിനയ കണ്ണ് ചിമ്മിട്ട് പറ. തീരെ വിഷമില്ല. ഇല്ല, അതിനകത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഓരോ പ്ലാറ്റ്ഫോമുകൾ പാർട്ടി തരുന്നതാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഏത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കാവുന്നതാണ് സംസ്ഥാന അധ്യക്ഷനാകാമെന്നുള്ളത്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ പാർട്ടി എനിക്ക് മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കാൻ, ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എന്നാലും ഒരു ഓട്ട മത്സരമൊക്കെ ആകുമ്പോൾ അതിൽ 1-ാം സ്ഥാനം അയോഗ്യനായി, 1-ാമതെത്തിയ ആൾ അയോഗ്യനായി. അപ്പോൾ സ്വാഭാവികമായിട്ട് 2-ാമത് വരേണ്ട ആളല്ലേ അവിടെ?
അല്ല, അങ്ങനെയല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓട്ടമത്സരമല്ലല്ലോ അത് പലവിധ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ടിയുടെ പൊസിഷനുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അത് പ്രവർത്തിക്കാൻ ഒരു അവസരം തരുവായെന്ന് വെച്ചാൽ അതും ഒരു ഒന്നാം സ്ഥാനം തന്നെയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം കിട്ടിയത് ഞാൻ പരിപൂർണമായി ഇപ്പോൾ തൃപ്തനാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരു വൈകാരികമായിട്ട് എടുത്തിരുന്നു. അത് അന്നത്തെ ഒരു പ്രതികരണമൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ മതമാണോ പ്രശ്നമായതെന്ന തരത്തിലുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല സത്യത്തിൽ. അതും സത്യത്തിൽ എന്നോട് ഒരു പത്രം, ഞാനത് ഒരു പ്രാവശ്യം ക്ലിയർ ചെയ്താൽ ഒന്നുകൂടെ പറയാം. എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയതാണോ നിങ്ങൾ തഴയപ്പെടാൻ കാരണം? അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ കടന്നു വന്നത് KSUവിലൂടെയാണ്. അപ്പോൾ KSUവിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നുള്ളതാണ്. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ മുദ്രാവാക്യം പേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ മതം നോക്കി ഒരു സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം വളരെ കൗശലക്കാരായ ആളുകൾ ഈ അങ്ങനെ ഇല്ലല്ലോ എന്നുള്ളത് അങ്ങ് മാറ്റിയിട്ട് അത് പറ്റുമോ എന്നുള്ളത് വരെയാക്കി കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. ഞാൻ ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു ലേബൽ ആഗ്രഹിക്കുകയുമില്ല. അത് കിട്ടിയാൽ ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറുമല്ല. എന്നെ വളരെ സെക്യുലറായ പൊസിഷൻ എടുത്താണ് എന്നെ എൻ്റെ പാർട്ടി പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ പൊസിഷനിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെയാണ് ഈ നിമിഷം വരെ നിന്നിട്ടുള്ളത്. മതം നോക്കി തന്നെയല്ലേ എടുത്തത്? അല്ലെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് ഒരാളിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവർ പരിശോധിക്കപ്പെടും. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ വരുമ്പോൾ വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കപ്പെടും. അതിൽ മതം നോക്കി എന്നുള്ളതൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മറ്റു പല കാര്യങ്ങൾ അവർ പരിശോധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ സേവനം ദേശീയ തലത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ പലതും നോക്കിയിട്ടാകാം അത് തീരുമാനിച്ചു. കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും. ഞാൻ ദേശീയ തലത്തിൽ ഇതിനു മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ NSUIയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് ദില്ലി സർവകലാശാല ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ചാർജ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ദേശീയ തലത്തിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു അവസരം കിട്ടി അത് പ്രവർത്തിക്കുന്നു. അവസരമാണോ ഒരു അവസ്ഥയായിരുന്നു? അല്ല, ഇതൊരു അവസരം തന്നെയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ പോവുക, അവിടുത്തെ യുവജന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുക, അതൊക്കെ ഒരു അവസരം തന്നെയാണ്. അത് ഈ ഒരു സമയത്ത് കിട്ടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളും ഒക്കെ ഒരു വലിയ അവസരം തന്നെയാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും ഒരു പ്രതിരോധ മുഖമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പാർട്ടി കുറച്ചും കൂടെ പരിഗണിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, എന്നെ പാർട്ടി നിങ്ങൾ പറഞ്ഞാൽ തോന്നുന്നു എന്നെ ഏതാണ്ട് കുഴിയിലിട്ടേക്കുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ഞാൻ ഒരു KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടാണ് എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തലത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് തലത്തിൽ ഞാൻ മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു, മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, KSUവിൻ്റെ അസംബ്ലി പ്രസിഡൻ്റായിരുന്നു. അപ്പം ഒരു യൂണിറ്റ് പ്രസിഡൻ്റായ ഒരു KSUക്കാരന് ദേശീയ സെക്രട്ടറി വരെ അവസരം തന്നത് ഈ പാർട്ടിയാണ്. ഞാനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ ദേശീയ സെക്രട്ടറി ആക്കിയത് ഈ പാർട്ടിയാണ്. ഞാൻ എന്നെപ്പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു വിടുകയും ഒരു പാർട്ടിയുടെ മുഖമായി എന്നെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചതും ഈ പാർട്ടിയാണ്. ഇതിൽ കൂടുതൽ അവസരമൊക്കെ ഒരു പാർട്ടി എങ്ങനെയാണ് നമുക്ക് തരുന്നത്? ഞാൻ വളരെ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാ നേതാക്കന്മാരും ഭയങ്കര സജീവമാണ്. അഭിനേട്ടനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇല്ല. അതെന്തുകൊണ്ടാണ്? സമയമില്ലാത്തതുകൊണ്ടാണോ? അതൊരു ക്ഷീണമായി. സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമാണെന്നായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേവരെ ഞാനൊരു എക്സ്റ്റേണൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ എത്രയോ ലൈക്കുണ്ടോ അത് മുഴുവൻ ഓർഗാനിക്കാണ്. ഞാൻ ഇതേവരെ ഒരു മെറ്റാ ആഡ് പോലും ഇതേവരെ ചെയ്യാത്ത ഒരാളാണ്. അത് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കി അറിയാം. ഇതേവരെ ഒരു ആഡ് ചെയ്തിട്ടില്ല. അതിലുള്ള ലൈക്ക് അങ്ങനെ തന്നെ വന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മെറ്റാ ആഡുകൾ ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഈ ഗവൺമെൻറ് പ്രോജക്റ്റുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ക്യാമ്പയിനും ഒക്കെ മെറ്റാ ആഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പല ബൂസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോസ്റ്റുകളും എൻ്റെ കണ്ടന്റുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. എക്സ്റ്റേണൽ കണ്ടന്റുകളും എക്സ്റ്റേണൽ പ്രൊമോഷൻസും വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. ആളുകൾക്കിടയിലൂടെ ഇപ്പം ഒരു ജനക്കൂട്ടം പൊതിയുന്നു, ഒരു നേതാവ് ഇങ്ങനെ വെള്ളയിട്ട് നടന്നു വരുന്നു, സ്ലോ മോഷൻ മാസ്സായിട്ട് നടന്നു വരുന്നു, അങ്ങനത്തെ ഒരു റീലോ കണ്ടന്റോ അബിൻ വർക്കിയിൽ നിന്നും കാണാറില്ല. അതെന്താ അങ്ങനെ?
അങ്ങനെ ഒരു ജെൻസി ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടാലാണ് ഒരു രാഷ്ട്രീയ നേതാവ്. അങ്ങനെ ഇല്ലല്ലോ. ഇല്ലല്ലോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഞാൻ പലപ്പോഴും ഈ ക്യാമ്പസിൽ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ചേട്ടൻ ഞങ്ങൾ ജീൻസും ഷർട്ടൊക്കെ ഇടാമെങ്കിൽ പിന്നെ ചേട്ടൻ ഇട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും കളറായിട്ടുള്ള ഷർട്ടുകളും അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹിസാന, നീ കണ്ടിട്ടുണ്ടോ അബിൻ ചേട്ടന്റെ ഒരു ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലോ FB-യിലോ അങ്ങനെ ഒരു കണ്ടന്റ്? ഇല്ല. എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. 67K ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞങ്ങള് കുറച്ച് മുന്നേ ഇത് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനല്ല, കുറച്ച് മുന്നേ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായി. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. 67.5K ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതിന് പറ്റിയൊരു കണ്ടന്റ്, അതായത് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കാറില്ല സത്യത്തിൽ. ഫേസ്ബുക്കിന് വേണ്ടിയും കണ്ടന്റ് ഉണ്ടാക്കാറില്ല. കിട്ടുന്ന കണ്ടന്റുകൾ അതിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇതുവരെ ഉണ്ടാക്കി. കൂടെയുള്ള ആളുകളൊക്കെ അതിനു വേണ്ടി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ഉപദേശം ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കാര്യമായി പണിയെടുക്കണം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ്. അതിപ്പോൾ എൻ്റെ ശൈലി ആവണമെന്നില്ല, മറ്റൊരാളുടെ ശൈലി. ഞാൻ ഇതിനകത്ത് വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഇതിനകത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ വളരെ സെലിബ്രസി മോഡിൽ പോകുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ഒത്തിരി ജനക്കൂട്ടം കൂടുകയും അവരുടെ കൂടെ അവർക്ക് കുറേ ആരാധകന്മാരും ആരാധികമാരും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്കങ്ങനെ നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ അങ്ങനെ വേണം, ഒരു സെലിബ്രിറ്റി മൂഡിൽ അങ്ങനെ പോകണമെന്നും അങ്ങനെ നമ്മൾ വലിയ അങ്ങനെ ഒരു എന്താ പറയണേ ആ ഒരു തരത്തിൽ പോകണം എന്നുള്ളത് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയല്ല, വരുന്നതിനനുസരിച്ച് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. അഭിനേട്ടൻ എന്തായാലും ഒരു ആരാധിക ആരയിലൊക്കെ വന്നു കാണുമല്ലോ. അപ്പം അത് അഭിനേട്ടനോട് ഇപ്പം ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്, ആ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ്, ലെറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഒരു മെസ്സേജും ഇല്ല, ഞാൻ തിരിച്ചയക്കാറുമില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്, അതൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെൽഫി. ഇല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. എവിടുന്നാ വരാറുള്ളത്? ഇടതുപാളയത്തിൽ നിന്നാണോ വരാറുള്ളത്? അഭിനേ, നമ്മളൊരു രാഷ്ട്രീയം പറഞ്ഞൊന്നും അല്ലല്ലോ ആരും സംസാരിക്കുന്നേ. അവർ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചില കണ്ടന്റുകൾ, ചില ചാനൽ ചർച്ചകളൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും മെസ്സേജ് അയക്കുന്നത്തെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, ആ പോയിന്റ് നന്നായിരുന്നു. ചിലര് പറയും നീ ആരടാ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ഭീഷണി മെസ്സേജ്. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ എൻ്റെ കമന്റുകളിൽ മുഴുവൻ എൻ്റെ വീട്ടുകാരെയും എന്നെയും മുഴുവൻ ചീത്ത വിളിക്കുന്ന കമന്റുകളാണ്. പക്ഷേ അവരോടാണ് എനിക്കിപ്പോൾ നന്ദിയുള്ളൂ. കാരണം ഞാനിപ്പോൾ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം 1 മില്യൺ വ്യൂസിന് അടുത്ത് പോകാൻ കാരണം ഇവരുടെ ഈ കമന്റാണ്. അതുകൊണ്ട് ഇനിയും അത് തുടരണമെന്ന് ഞാൻ ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ PR അൺഒഫീഷ്യലായി ഏറ്റേക്കണം അവരാണ്. ഈ മെസ്സേജിന് റിപ്ലൈ അയച്ച് കുടുങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജികളുണ്ടോ? ഇല്ല, ഇപ്പം നമുക്ക് വരുന്ന ഇപ്പോൾ വാനു എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, ഹായ്, തിരിച്ച് ഹായ് അടിച്ചാൽ കുടുങ്ങുമോ? ഇല്ല. അതിന് അടുത്ത മെസ്സേജ് പറ, ഹായ് അബിൻ ചേട്ടാ, സുഖമല്ലേ? സുഖമല്ലേ ഇത് ചോദിച്ചാൽ കുടുങ്ങുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ തന്ത്രം അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ നോർമലായി നടക്കുന്ന ഒരു മെസ്സേജ് അയക്കൽ മാത്രമാണ്. കോൺഗ്രസ് കുറിച്ച് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ നിങ്ങളെല്ലാം ഒരു നിരയായിട്ടാണല്ലോ. ഇപ്പം അബിൻ ചേട്ടനായാലും ഷാഫി പറമ്പിലായാലും ഹൈബീഡനായാലും രാഹുൽ മാങ്കൂട്ടായാലും ഒരു നിരയെ പോലെ ഒന്നിച്ച് വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരായിരുന്നല്ലോ. കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാൾ വീണു, അപ്പൊ എന്താ തോന്നിയത്? അല്ല, ആ വീഴ്ചയിൽ സത്യത്തിൽ നമുക്കൊക്കെ വലിയ സങ്കടമുള്ള വീഴ്ചയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവരിലേക്കാളൊക്കെ കൂടുതൽ എനിക്കൊരു വളരെ ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വീഴ്ച, അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന വീഴ്ച തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തിരുത്തി വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയല്ല, ഇത് നമുക്കറിയുന്നതിനൊക്കെ പല പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു വളരെ അൾട്രാ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പേഴ്സണൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ട്.
വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചൂഴ്ന്നിറങ്ങിയൊന്നും അഭിപ്രായം തേടാറുമില്ല, ചോദിക്കാറുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ പറയേണ്ട കാര്യങ്ങളിൽ അഭിപ്രായമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പേഴ്സണലായി ഷെയർ ചെയ്യാറുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്തിരുന്നാൽ തന്നെയും ഇനിയിപ്പോൾ അതിൻ്റെ എന്ത് കാരണങ്ങളാണെങ്കിലും ആ വീഴ്ചയിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വന്നവരായിരുന്നു, ഞങ്ങൾ ഒരുപാട് ക്ലോസ് റിലേഷൻസ് ഉള്ളവരായിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾ തെറ്റിദ്ധരുത്തി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ വിഷമത്തിന്റെ ഇടയ്ക്കും സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കട്ടപ്പ എന്നുള്ള വിളി കേട്ടിട്ടുണ്ടല്ലോ. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അത് സംഭവം ആ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സംഘടനയ്ക്കുള്ളിൽ ഒരു ചർച്ച വന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന കുറേ ആളുകൾ പെട്ടെന്ന് കാരണം ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആയി വരുന്നത് ഞാനാണ് എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. അപ്പോൾ അവരിതിനകത്ത് എൻ്റെ പേര് വലിച്ചഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർ തന്നെ തെറ്റിദ്ധരുത്തിക്കൊണ്ട് ഇപ്പോൾ ആ പോസ്റ്റ് ഇട്ടവർ അതൊരു ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകളായിരുന്നു. ആ മെസ്സേജ് ഇട്ടവരൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ആ ഇട്ട മെസ്സേജുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് അവരെന്നെ വിളിച്ച് വ്യക്തിപരമായ ക്ഷമ ചോദിക്കുകയും അത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു. പിന്നെ അതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും അത്ര അതിൻ്റെതായ സെൻസിലെടുത്ത് പെരുമാറണമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാവി ഇനി എന്താണ്? ഭാവി ഇല്ലാതായിപ്പോയി, രാഷ്ട്രീയ ഭാവി ഇല്ലാന്നൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കേസ് ലീഗൽ വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം, മകനെ മടങ്ങി വരൂ, ഇഷ്യൂ രാഹുൽ, ഈ വക പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചു വരവ് എപ്പോൾ സാധ്യമാകും? അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു ലീഗൽ ഫോമിലാണ് ആ വിഷയങ്ങൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നിയമപരമായിട്ടുള്ള കുറേ പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ടും ഒരു സമയം ക്രമം ഉണ്ടാവും ഇതിന്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തിരിച്ചു വരും. വരില്ലേ? വരട്ടെ. ഈ ഖദറിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അതൊരു സാമ്പ്രദായിക രീതിയാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മാറാനുള്ള ഒരു ഇതിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം പക്ഷേ നമ്മുടെ ഈ പാർട്ടിയുടെ ചില രീതികൾ, ഇപ്പം സമര രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു സാമ്പ്രദായിക രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കിടക്കണം എന്ന് തോന്നിയിട്ടില്ലേ കുറച്ചുകൂടെ? തീർച്ചയായിട്ടും സമരങ്ങൾ കുറേ കൂടെ ക്രിയേറ്റീവ് ആവണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് സ്വയം വിമർശനാത്മകമാണ്. കാരണം നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും ഇത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഒരു വശം. ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾ ഈ ക്രിയേറ്റീവ് സമരങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും സമരം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചെറിയ സംഘർഷം, ഒരു വെള്ളം ചീറ്റൽ, ഒരു ചെറിയ ലാത്തി ചാർജൊക്കെ ഉണ്ടായാലാണ് അവർ സമരത്തെ സമരമായി കാണുകയുള്ളൂ. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് ഒരു മാധ്യമങ്ങൾക്ക് തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള സമരങ്ങളെ അവർ സ്വീകരിക്കുകയുള്ളൂ. 2, മാധ്യമങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാലേ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ ആ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വശമാണ്. പക്ഷെ മറുവശം വളരെ പ്രധാനമാണ് പറഞ്ഞത്. കാരണം ഈ സമരം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സ്വാതന്ത്ര്യം മുതൽ ഈ സമരരീതി തന്നെയാണ്. ഏത് പാർട്ടിക്കും ഈ സമരരീതിയാണ്. നമ്മളൊരു ബാരിക്കേഡ് വെച്ച് ഒരു സ്ഥലത്ത് പ്രതിഷേധത്തിന് ചെല്ലുന്നു. ആദ്യം ചെന്ന് ഒരു നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വെള്ളം ചീറ്റുന്നു, പിന്നെ അല്ലെങ്കിൽ ലാത്തി ചാർജ് നടക്കുന്നു, ബാരിക്കേഡിന് മുകളിൽ കയറുന്നു, ഗ്രനേഡ് പൊട്ടുന്നു, അല്ലെങ്കിൽ കുറേ പേർക്ക് പരിക്ക് പറ്റുന്നു. ഇത് ഒരു കാലങ്ങളായി കണ്ടുവരികയാണ്. ഈ സമര രീതി മാറേണ്ട സമയമായി എന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. ഈ സമരം നടത്തുമ്പോഴുള്ള ചില പ്രയോഗങ്ങളുണ്ടല്ലോ, അപ്പം അങ്ങനെ അങ്ങ് വെളുപ്പിക്കേണ്ട, അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം, ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പ്രശ്നത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെയല്ല. അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അപ്പുറമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പ്രതിഷേധം കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കറുത്ത നിറം എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മൾ കരിങ്കൊടി പ്രതിഷേധം ഒരു കറുത്ത അല്ലെങ്കിൽ ഒരു നടപടി, എന്താ പറയണേ, കരിദിനം ആചരിക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു നടപടിയെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പോൾ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായി ചെയ്യാവുന്ന ഒന്നാണല്ലോ. കാരണം ഇപ്പോൾ ഒരു വണ്ടിയിൽ ഒരാൾ പോകുമ്പോൾ
കറുത്ത കൊടി പൊക്കി കാണിച്ച് നമ്മൾ പ്രതിഷേധം ഏർപ്പെടുത്തി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴാണ് പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കഴുത്തുളുക്കണ പരിപാടിയൊക്കെ ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണ്. അല്ലാതെ സത്യത്തിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവർ ഈ ഭരിക്കുന്നവർ പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ തന്നെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ച സമരമുറയാണ്. ഒരു കറുത്ത തുണി ഇങ്ങനെ പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന കാഴ്ച എന്താ? പൂച്ചട്ടി വെച്ച് തലയിലടിക്കുക, ഇല്ലെങ്കിൽ ഗൺമാൻ ഇറങ്ങി തല്ലുക, ഇല്ലെങ്കിൽ പാർട്ടിക്കാരിറങ്ങി കൈകാര്യം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നവരെ എന്താണ് അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. വണ്ടിയുടെ മുമ്പിൽ ചാടി ആ പിള്ളേർക്ക് വല്ല കാല് മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് ആ പ്രസ്താവന ഉൾപ്പെടെ. കരിങ്കോടി പ്രതിഷേധമൊക്കെ ഒരു എന്താ പറയുന്നത്, അതൊക്കെ ഒരു ഏറ്റവും മിനിമലായി നമുക്ക് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സമരമുറയാണ്. അതിനെ തെറ്റു പറയാനൊന്നും പറ്റില്ല. ഈ കഴുത്തുളുക്ക് പറഞ്ഞപ്പോഴാണ് ആ സമരത്തിന്റെ വീണ ജോർജിനെതിരെയുള്ള വല്ല സമരത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും വന്നിരുന്നോ? ആരും വന്നില്ല. അതാ വീണ ജോർജിന്റെ അയൽവക്കക്കാരുണ്ട്, വരുവാണെങ്കിൽ 1 ലക്ഷം വന്നാൽ ഇനി കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ കൊടുക്കാം, പൂർണ്ണമായും കൊടുക്കാം. ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. ഇവിടെ വെച്ച് വീണ്ടും പറയുന്നു, വീണ ജോർജിനെ KSUക്കാർ ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ, എത്ര? 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ്. ഒരു സംശയം വേണ്ട. അതിൻ്റെ മറുപടി പക്ഷേ വന്നതെന്താ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരും കാണാതെ പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാല് തല്ലി ഓടിച്ചാൽ പണം തരുമോ എന്നാണ് അതിൻ്റെ മറുപടി ചോദിച്ചത്. കേട്ടില്ലായിരുന്നോ? എൻ്റെ മറുപടി അങ്ങനെയാണ് ചോദിച്ചത്. അതിനും ഞാൻ പറയുകയാണ്, ഇനി അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാലും 1 ലക്ഷം രൂപ ഇനാം തരാം. ഈ സംഭവം നടന്നത് തന്നെ ഇനി ഈ ക്യാമറകൾ ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു എന്തൊക്കെ സംഭവിക്കുമായിരുന്നു കേരളത്തിൽ? എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഉറപ്പായും കേരളം മുഴുവൻ അടിച്ച് പൊളിച്ച് ആളുകളെ ആക്രമിച്ചു. അല്ലാതെ തന്നെ വടകര ബോംബെറിഞ്ഞു, വടകര റീത്ത് വെച്ചു, വടകര ആക്രമണം നടത്തി, കുന്നമംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടിച്ചു, എത്രയോ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. എന്താണ് 16 ക്യാമറകൾ, നിങ്ങളുടെ ഉൾപ്പെടെ 10-11 ചാനൽ ക്യാമറകൾ, പിന്നെ മന്ത്രിയുടെ 2-3 റീൽസ് ക്യാമറക്കാർ, ഇവരെല്ലാവരും കൂടി അതുകൊണ്ട് 10-16 ക്യാമറക്കാരുണ്ടായിട്ട് അതിൽ ആരാണുള്ളത്? കൈരളി ചാനലും ദേശാഭിമാനി പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്ന സ്ഥലത്ത്, RPFൻ്റെ CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും പേര് കാണാതെ അദൃശ്യമായിട്ട് മന്ത്രിയുടെ കഴുത്തിനിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇത്രയും ആളുകൾ കണ്ടിരുന്നിട്ട് തന്നെ, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ലോകം മുഴുവൻ ലൈവായിട്ട് കണ്ട മറ്റേ നിയമസഭ തല്ലി പൊളിക്കുന്ന വിഷയമുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് ഇതുവരെ അവർ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഇത് സമ്മതിക്കണമെന്നല്ലോ നിർബന്ധമുണ്ടോ? അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണം കൊടുക്കും. ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയല്ലേ ഈ പറഞ്ഞ പോലെ തൊപ്പി ആറാട്ടണ്ണൻ, അവരൊക്കെ അറിയാം? അലിൻ ജോസ് പെരേര അതൊക്കെ അറിയാം. അവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ സമ്മതിക്കാൻ മടിയല്ല. അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവരുടെ കണ്ടന്റ് ഇടുന്നു. ഇതിൻ്റെ പ്രശ്നം അവർക്കും വ്യൂവേഴ്സ് ഉണ്ടല്ലോ. അവർക്ക് ഈ സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു വലിയ എഫർട്ടാണ്. കാരണം ഈ ആറാട്ടണ്ണനെ തെറി പറയാൻ വേണ്ടി ആറാട്ടണ്ണൻ്റെ വീഡിയോ മുഴുവൻ കണ്ട് അതിൻ്റെ താഴെ പോയി ഇത് മുഴുവൻ തെറി വിളിക്കണം. സത്യത്തിൽ അന്നേരത്തേക്കും പുള്ളിയുടെ വീഡിയോയുടെ ലക്ഷ്യം പുള്ളി ഫലപ്രാപ്തിയിലെത്തി. കാരണം വീഡിയോ കണ്ടു, റീച്ച് കിട്ടി, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി. പിന്നെ ഇതിനകത്ത് പുള്ളിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിലായിരുന്നു ആദ്യം, പിന്നെ ആറാട്ടണ്ണനായി, പിന്നെ തൊപ്പിയായി. ഇതൊക്കെ കാണാനൊരു പ്രേക്ഷകരുണ്ട് എന്നുള്ളത് ഒരു വശമാണ്. പിന്നെ സത്യത്തിലിപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ബാനു ഒരു കവലയിൽ, ബാനു എന്ന് വേണ്ട വേറെ ഒരാൾ, ഒരു കവലയിൽ ഒരാളിരുന്ന് വളരെ ഗാന്ധി തത്വങ്ങൾ പ്രസംഗിക്കുന്നു. ഒരു വശത്ത് ഗാന്ധി തത്വങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വലിയ ഒരു പ്രസംഗം നടക്കുകയാണ്. മറുവശത്ത് ഒരാൾ തുണി അഴിച്ചിട്ടിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം വെച്ചാൽ ആദ്യം അവിടെയാണ് ഒന്ന് നോക്കുള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അടി നടന്നാൽ ആദ്യം അവിടെ നോക്കുള്ളൂ. എന്നാൽ ഒരാൾ ഇവിടെ ഇരുന്ന് വളരെ നല്ല ഗാന്ധി തത്വങ്ങളും സമാധാന സന്ദേശങ്ങളും ഒക്കെ പറയും, ഇത് കേൾക്കാൻ ആളുണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം. സോഷ്യൽ മീഡിയയിൽ വിവാദം എവിടെയുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയുണ്ടോ അതിനാണ് ആൾ കൂടുകയുള്ളൂ. ഇപ്രവശത്തെ ആൾ കുറവാണ് എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കണ്ട് അവർക്കാണ് പിന്തുണ എന്ന് നമ്മൾ കരുതുന്നതിലാണ് തെറ്റ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലരെ ആറന്മുള പരിസരത്ത് ഇത് കണ്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കാണാറുണ്ട് എന്നൊരു ഒരു വീടൊക്കെ നോക്കുന്നുണ്ട്. വളരെ മോശമല്ലേ? നാട്ടിലൊക്കെ വല്ലപ്പോഴും പോണം. പണ്ട് ഡീപോളില് രേണു പഠിക്കാൻ പോയി പിന്നെ നാട്ടിട്ട് പോയിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് വിദേശത്തേട്ട് പോകും പോലെയാണ്. ആറന്മുള എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് താങ്കളുടെ പേര് കേൾക്കുന്നുണ്ട്.
മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ ജോർജിനെതിരെ അല്ലെങ്കിൽ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാൾ ആറന്മുള മണ്ഡലത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക, അല്ലെങ്കിൽ ആറന്മുള അല്ലാതെ മറ്റൊരു മണ്ഡലം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും തെരഞ്ഞെടുക്കുക? അങ്ങനെയില്ല. അതായത് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പരിപാടികൾക്കെല്ലാം വളരെ യൂഷ്വലായി പോകാറുണ്ട്. അത് ഇപ്പോഴൊന്നല്ല, വളരെ കാലങ്ങളായി പോകുന്നതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ തൻ്റെ നാട്ടിൽ വന്നിരുന്നു, കുമ്പഴ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഒട്ടേറെ എന്താ പറയുന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ ഒരു കണക്കിൽ ഞാൻ ആ സ്ഥലങ്ങളിൽ പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിൽ അവിടെ പോകേണ്ടതായ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നാൽ മത്സരിക്കും. അവസരം തന്നില്ല എങ്കിൽ അത് കുഴപ്പമില്ല, അത് പിന്നീടൊരവസരത്തിലായിരിക്കാം. അതൊക്കെ പാർട്ടിയുടെ ഒരു കണക്കൂട്ടലിൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ആ നാട്ടുകാരനല്ലാത്ത എന്നുള്ളൊരു വിമർശനം നേരിട്ടാൽ എങ്ങനെ നേരിടും? അൾട്ടിമേറ്റ് എന്താ പറഞ്ഞ അതാവുമ്പോൾ കുഴപ്പമില്ല. അല്ല, അങ്ങനെയില്ല. ഇതിനകത്ത് പല ഘടകങ്ങൾ നോക്കിയാണ് സ്ഥാനാർത്ഥിത്വം വരുന്നത്. അതിപ്പോൾ പല ആളുകളും പല സ്ഥലങ്ങളിൽ പോയി മത്സരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ രാഹുൽ ശരിക്കും മത്സരിച്ചത് പാലക്കാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ശരിക്കും അടൂരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടുന്ന് തന്നെയുള്ള ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ശ്രീ പന്തളം സുധാകരൻ, അദ്ദേഹം മത്സരിച്ച് മന്ത്രിയായത് വണ്ടൂരിൽ നിന്നാണ്, മലപ്പുറത്ത് നിന്നാണ്. അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം ശരിക്കും പയ്യന്നൂരുകാരനാണ്, അദ്ദേഹം മത്സരിക്കുന്നത് ആലപ്പുഴയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടേറെ ആളുകൾ, ശ്രീ VM സുധീരൻ മത്സരിച്ച് ഒരു ഘട്ടത്തിൽ വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാടുകാരനാണ്, അദ്ദേഹം ഇപ്പോൾ മത്സരിച്ചത് വടകരയാണ്. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി പല സാഹചര്യങ്ങൾ കണക്കൂട്ടിക്കൊണ്ട് പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പലയിടത്തുമായി മത്സരിപ്പിക്കാൻ തീരുമാനിക്കും. അത് കരുതി എന്നെ അങ്ങനെ ഒരു മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അത് വളരെ പ്രിമേച്ചറായിട്ടുള്ള ചർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാന്നുള്ളൊരു വേർഡ്. അപ്പം പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ആരോഗ്യമന്ത്രി പത്തനംതിട്ടക്കാരിയാണ്, മൈലപ്ര കുമ്പഴക്കാരിയാണ്. അപ്പോൾ ആ ഒരു വിഷയം വരുമ്പോൾ താങ്കൾ ആ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുവാണെങ്കിൽ അത് ഒരു വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അവിടെ എന്നുള്ളതല്ല, അത് കേരളത്തിൽ മുഴുവൻ വോട്ടായി മാറും. കേരളത്തിൽ ഈ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ളത് വാസ്തവമാണല്ലോ. അതിനകത്തിപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല. കുറച്ചു നേരമായില്ലേ, ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഞങ്ങളൊരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു ബൗളുണ്ട്. ഇതിൽ കുറച്ച് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ പേരുണ്ട്. ഞങ്ങളിങ്ങനെ കുലുക്കി തരും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, ആ ആളെപ്പറ്റി പുകഴ്ത്തി പറയുക. പുകഴ്ത്തി പറയുക എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പറയാം. തോന്നുന്നതെന്നല്ല, അബിൻ വർക്കി ശൈലി, ഒരു അബിൻ വർക്കി മൂഡ് കിട്ടണം നമുക്കത്. തിരിച്ച് ക്യാമറ കാണിക്കാനായിട്ട് വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നു. ജെയ്സി തോമസ്. ജെയ്സി തോമസ്. നമ്മൾ സ്വന്തം പാർട്ടിയിലെ ആളുകളെ കുറിച്ച് പറയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അതെപ്പോഴും ഒരു ജെയ്സി തോമസ് എൻ്റെ സുഹൃത്താണ്. സുഹൃത്തിനെ പറ്റി പറഞ്ഞോളൂ. നിങ്ങളൊക്കെ ചർച്ചകളിൽ നിങ്ങൾ അടിച്ചടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, കട്ടക്ക് നിൽക്കുന്ന ആൾക്കാര്. അതെ, ജയിക്ക് അബിൻ വർക്കിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ജയിക്കൊക്കെ വന്നാലുള്ള അവസ്ഥ ഇവിടെ എല്ലാരും കണ്ടതാ. പറട്ടെ, ജെയ്സി തോമസ് വളരെ നല്ല ചെറുപ്പക്കാരനാണ്. ജെയ്സി തോമസ് കോട്ടയം മണർകാട് സ്വദേശിയാണ്. ജെയ്സി തോമസ് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെ മുഖമാണ്. ജെയ്സി തോമസ് DYFIയുടെ നേതാവാണ്. ജെയ്സി തോമസ് SFIയിലൂടെ കടന്നു വന്നയാളാണ്. ജെയ്സി തോമസ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നയാളാണ്. അദ്ദേഹം 1-2 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുവാനുള്ള സാഹചര്യമുണ്ടായി. അദ്ദേഹം എന്നോടൊപ്പം പല പ്രാവശ്യം ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്. നല്ലൊരു പേര് കിട്ടട്ടെ. അതെ, അത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഓക്കെ. അതൊക്കെ പുകഴ്ത്താനൊക്കെ ഉണ്ട് കേട്ടോ, വളരെയധികം. ജിമിക്ക് കമ്മലൊക്കെ വെച്ചിട്ട് പറ. ചിന്ത തന്നെ ഏറിന്ന് ഇറങ്ങിയോന്നറിയില്ല. അവിടെ വെച്ച് കണ്ടിരുന്നോ? എയറിൽ വെച്ച് നിങ്ങൾ ഏകദേശം ഒരേ സമയത്ത് ഏറി പോയവരായിരുന്നു. ചിന്ത ജെറോം എന്ന് പറയുമ്പോൾ
പുള്ളി അറിയിരുന്ന് ചിരിക്കുക ചിന്ത കേട്ടപ്പോൾ. ചിന്ത ജെറോം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ചിന്ത മാത്രമല്ല, ചിന്തയുടെ അമ്മയും എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത, ഇവർ ഏത് പരിപാടിയിൽ വന്നാലും ഇവർ ഒന്നിച്ചേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് സെമിനാറുകളിൽ ചിന്തയുമായി വേദി പങ്കിട്ടിട്ടുണ്ട്. ആ സെമിനാറുകളിലൊക്കെ ചിന്തയുടെ അമ്മയും കൂടെ കാണും. അപ്പോൾ എന്നോടൊക്കെ വലിയ സ്നേഹമാണ് ചിന്തയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. ചിന്ത ജെറോം യുവജനക്ഷേമ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിരുന്നു. DYFIയിലൂടെ കടന്നു വന്നയാളാണ്. ഡോക്ടറേറ്റുള്ള വ്യക്തിയാണ്. ഞങ്ങൾക്കൊരു വിക്കിപീഡിയ അല്ല വേണ്ടത്. പിന്നെ ചിന്ത ജെറോം എന്ന് പറഞ്ഞാൽ വളരെ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അല്ല, ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എടുത്തു അല്ല, വാഴക്കൊലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ചിന്ത CPMൽ ഒരു പ്രാവശ്യം മത്സരിച്ചിരുന്നു എന്ന് തോന്നുന്നു ചിന്ത. അന്ന് പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. ചിന്ത ജെറോം ഞാനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഫോൺ സംഭാഷണമൊക്കെ ഉണ്ടോ? വളരെ ഫോൺ സംഭാഷണം ഇല്ല, ഫോൺ സംഭാഷണം ഇല്ല. ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ വെച്ച് ഞാൻ ഒരുപാട് സെമിനാറുകളിൽ ഞാനും ചിന്തയും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്തയെക്കാളും ഉപരി ചിന്തയുടെ അമ്മയും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളോടൊക്കെ എപ്പോഴും പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ വീട്ടിൽ വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സ്നേഹ സംഭാഷണങ്ങളുള്ള ആൾ. നെക്സ്റ്റ് കോൺഗ്രസ്സുകാരെ കിട്ടിയാൽ കൂടുതൽ പറയാം. ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാർ ആരും വെച്ചിട്ടില്ലേ? ആരാണത്? ഓ, കെ സുരേന്ദ്രൻ. പറയൂ. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം വിശ്വവിഖ്യാതമായ ഉള്ളി തിന്ന കഥയിലെ നായകനാണ്. അദ്ദേഹം നല്ല ബീഫ് കഴിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശീയ ഭക്ഷണമാണല്ലോ. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഉടനീളം ഈ BJPക്ക്, അത് പ്രത്യേകിച്ച് യുവമോർച്ചയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പങ്കുവച്ച വ്യക്തിയാണ്. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, അദ്ദേഹം യുവമോർച്ചയുടെ പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ യുവമോർച്ച നടത്തുന്ന സമരങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്ന് ചെറുപ്പത്തിൽ TV-ലൊക്കെ കണ്ട്. അന്ന് കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നെ ഈ ചാനൽ ചർച്ചകൾ തുടങ്ങിയ കാലഘട്ടത്തിൽ കെ സുരേന്ദ്രൻ സ്ഥിര സാന്നിധ്യമായിരുന്നു. അത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലും ഒക്കെ കെ സുരേന്ദ്രൻ ആദ്യ കാലഘട്ടങ്ങളിലെ ചാനൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇൻഫ്ലുവൻസ് അല്ല, അദ്ദേഹത്തിൻ്റെ ഫേസ് അങ്ങനെ ഐഡൻറ്റിഫൈഡ് ആയിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും ചാനൽ ചർച്ചകളിൽ നമ്മളെപ്പോഴും കാണുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ചാനൽ ചർച്ചയിലുണ്ടായിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. ഇപ്പോൾ BJPയിൽ നിന്ന് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു. CPMൽ നിന്ന് അന്ന് ചാനൽ ചർച്ചയിൽ കൂടുതലായി വന്നുകൊണ്ടിരുന്നത് P രാജീവ്, MP രാജേഷ്, അതുപോലെ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങനെയുള്ള ആളുകളായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അന്ന് MI ഷാനവാസ് ഉണ്ടായിരുന്നു, ജോസഫ് വാഴയ്ക്കൻ, M ലിജു, അങ്ങനെയുള്ള ആളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചാനൽ ചർച്ചയിൽ അന്ന് വളരെ സുപരിചിതമാണ്. അന്ന് ഇത്രയും ചാനലില്ലാത്തത് കാരണം വൈകിട്ട് നമുക്ക് ചർച്ച കാണണമെങ്കിൽ 2-3 ചാനലേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വൈകിട്ടത്തെ ചർച്ചയിൽ ഇവരെ കാണുമായിരുന്നു. അങ്ങനെ വളരെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ യുവമോർച്ചയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അഡ്രസ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അബിൻ ഇങ്ങോട്ട് വന്നാൽ എന്തൊക്കെയോ പദവികളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഇടയ്ക്ക് ഓരോ വാർത്തയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആര്? BJPന്റെ ആരൊക്കെയോ ഒന്നും അറിയില്ലെന്ന്. അപ്പൊ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അടുത്തൊരു കോൺഗ്രസ്സുകാരനെ കിട്ടട്ടെ. ആരാണത്? കൂട്ടുകാരനാണോ? അതെ, കൂട്ടുകാരനാണോ? ഏറ്റവും അടുത്ത മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, വല്ലാതെ മിസ് ചെയ്യുന്നു. അല്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. കടുക്കനിട്ട ബാലൻ. ഞങ്ങൾ KSU കാലഘട്ടത്തിൽ വളരെ അടുത്ത് ഇടപഴകിയിരുന്നവരാണ്. ഞങ്ങൾ KSUവിൻ്റെ നിയോജക പ്രസിഡന്റുമാർ ഏകദേശം ഒരേ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് NSUവിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ദേശീയ ഭാരവാഹികളായത്. അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ, ഡൽഹി യാത്രകൾ, ഡൽഹിയിലെ സഹവാസം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഡൽഹിയിലെ ഭക്ഷണം കഴിക്കൽ മുഴുവൻ ഒന്നിച്ചായിരുന്നു. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം നോൺ വെജ് കഴിച്ചു തുടങ്ങിയത്. അദ്ദേഹം മുട്ട പോലും കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ മുട്ടയുടെ സവിശേഷതയും പ്രോട്ടീനൊക്കെ പറഞ്ഞ് ആദ്യം മുട്ട കൊടുത്തു. പിന്നീട് ഞാൻ ചിക്കൻ കഴിക്കണം കണ്ടപ്പോൾ പുള്ളിക്ക് ചിക്കനൊന്നും കഴിക്കില്ലായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നെ അദ്ദേഹം ചിക്കൻ കഴിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ അവസാനം ഞാൻ വെജിറ്റേറിയനായിട്ട് മാറിയിട്ടും അദ്ദേഹം നോൺ വെജിൽ നിന്ന് മാറിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. NSU ദേശീയ ഭാരവാഹിത്വത്തിന് ശേഷം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായത് ഒന്നിച്ചാണ്. പിന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം പ്രസിഡൻ്റായി, ഞാൻ വൈസ് പ്രസിഡൻ്റായി. അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളും
ആത്മബന്ധമുള്ളവരുമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു, അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. രാഹുലായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റോ ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാഹുലായിട്ട് ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ട്, ഒട്ടേറെ ഫണ്ണിയും ഒക്കെയുള്ള ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു കാലഘട്ടം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളുടെ യാത്രകളും സഹവാസങ്ങളും ഒക്കെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടന്നു പോകാത്ത ഞങ്ങൾ ഈ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ രാത്രിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക്, അത് ഈ ഡൽഹിയിലെ തണുപ്പ്, ഈ ഡിസംബറിലെ തണുപ്പ്, അന്ന് ശ്രീ ചാണ്ടി ഉമ്മനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് രാത്രി 12 മണിക്ക് ഡൽഹിയിൽ നടക്കാൻ ഇറങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. അദ്ദേഹത്തിന് ഇന്നത്തെ പോലെ തന്നെ അന്ന് നടപ്പിന് യാതൊരു പഞ്ഞുമില്ല. അദ്ദേഹം ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പിതാവ് മുഖ്യമന്ത്രിയൊക്കെയാണ്, അത്ര വലിയ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു സ്റ്റേച്ചറിലൊന്നും അല്ല അദ്ദേഹം അതിലൂടെ നടക്കുന്നത്. നിങ്ങൾ ഡൽഹിയിൽ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനായി നടക്കുകയാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഇതറിയില്ലേ ചാണ്ടി ഉമ്മൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനാണെന്ന് പറയുമ്പോഴേക്കും അവരൊക്കെ അങ്ങ് ഞെട്ടി പറയും, മുഖ്യമന്ത്രിയുടെ മോനെ ഇങ്ങനെ നടക്കുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയുടെ മക്കളൊക്കെ നടക്കുന്ന വലിയ രാജകീയ പ്രൗഢിയിലൊന്നും അല്ല ശ്രീ ചാണ്ടി ഉമ്മൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി ഒരു 12 മണിക്കൊക്കെ ശേഷം ഞങ്ങൾ നടക്കാൻ ഈ ഭയങ്കര തണുപ്പത്ത് നടക്കാറിറങ്ങുക. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി ചാണ്ടി ഉമ്മൻ്റെ ഞങ്ങളെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഡൽഹിയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ, റോയൽ പ്ലാസ എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ, റോയൽ പ്ലാസയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി, വെള്ളം തരാൻ പറഞ്ഞു. അവർ വെള്ളം കൊണ്ടുവച്ചു, ഞങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു. അവരത് കഴിഞ്ഞപ്പോൾ 450 രൂപയുടെ ബില്ലും തന്നു, ഒരു ചെറിയ 2 ഗ്ലാസ് വെള്ളത്തിന്. അന്നത്തോടുകൂടി ഞങ്ങൾ ആ ഹോബി നിർത്തി. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി കേരള ഹൗസിൽ നിന്ന് നടന്ന് ഇന്ത്യ ഗേറ്റ് വരെ പോവുക. എന്നിട്ട് ഇന്ത്യ ഗേറ്റിൽ രാത്രി ഈ ഐസ്ക്രീം വണ്ടികളുണ്ട്, രാത്രി തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുക. അപ്പോൾ അത് ഞങ്ങളും രാഹുലും ചാണ്ടി ഉമ്മനും ഒക്കെ ഒന്നിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒട്ടേറെ രസകരമായ അനുഭവങ്ങളും നിമിഷങ്ങളും. അതുപോലെ ഒരു രസകരമായ അനുഭവം ഞങ്ങൾ വന്നപ്പോൾ കേട്ടു. ചാണ്ടി ഉമ്മനും ഹണി റോസും പുതുപ്പള്ളി ഫെസ്റ്റിൽ ചെന്നപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ്റെ അതിഥിയായി ഹണി റോസ് വന്നു. അങ്ങനെ ചാണ്ടി ഉമ്മൻ്റെ ആവശ്യപ്രകാരം ഹണി റോസ് ഡാൻസ് കളിച്ചു. പിന്നെ ചാണ്ടി ഉമ്മന് പാട്ട്, ഡാൻസ് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് വഴങ്ങുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹവും ഡാൻസ് കളിച്ചു. വെറുതെ നിന്നാൽ എനിക്കും ഇവരുടെ വൈബിൽ കൈ കൊട്ടേണ്ടി വന്നു. അങ്ങനെ ഒരു കയ്യബദ്ധം നാറ്റിക്കലെന്ന് പറഞ്ഞാല്. മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തികൾ, അവരുടെ പദ്ധതികളൊക്കെ കാണുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പം ഈ പൊതിച്ചോറിനെ എപ്പോഴും വിമർശിക്കാറുണ്ട്. പക്ഷെ ഒരു കോൺഗ്രസ് ഒരു സങ്കല്പമാണ് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിനൊരു കോൺക്രീറ്റ് അടിത്തറയില്ല. അപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് സടകുടഞ്ഞ് നിൽക്കുന്നു, കുറേ പരിപാടികൾ ചെയ്യുന്നു. അപ്പം അങ്ങനെയല്ല, സജീവമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പൊതിച്ചോറ് വിമർശനം നേരിടുന്നുണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പൊതിച്ചോറിനൊന്നും വിമർശിച്ചിട്ടില്ല. പൊതിച്ചോറിനെ അങ്ങനെ വിമർശിക്കേണ്ടതായ സാഹചര്യമൊന്നുമില്ല. അതിപ്പോൾ ഏതൊരു യുവജന പ്രസ്ഥാനങ്ങളും അവരുടേതായ ഐഡിയയിൽ അവർ പരിപാടികളിട്ട് മുന്നോട്ട് പോകും. DYFയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലിരിക്കുമ്പോഴാണ് ഈ പൊതിച്ചോറ് പോലെയുള്ള ഈ പരിപാടികൾ നടത്തുന്നത്. ഭരണത്തിലില്ലാത്ത സമയത്ത് ഇവരിതൊന്നും നടത്താറില്ല, അവർ സമരങ്ങൾ മാത്രമേ നടത്താറുള്ളൂ എന്നുള്ളതാണ്. ഏതൊരു യുവജന സംഘടനയും അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഇപ്പോൾ ഞങ്ങൾ യൂത്ത് കെയർ എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് കൊറോണയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഞങ്ങളുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൽ യൂത്ത് മാത്രമേ ഉള്ളൂ, കെയർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവായിരുന്നല്ലോ. ഇല്ല, അതിനകത്ത് സത്യത്തിൽ യൂത്ത് കെയറിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. യൂത്ത് കെയർ അന്ന് സർക്കാർ പോലും വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരാൻ മടിച്ചപ്പോൾ ഞങ്ങൾ വിമാനങ്ങൾ പോലും ചാർട്ടർ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഒട്ടേറെ സഹായങ്ങൾ അത് ഗ്രൗണ്ട് തലത്തിലും ഒക്കെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളീ പറയുന്നത് പോലെ ഇതൊരു കേഡർ പ്രസ്ഥാനമല്ലാത്തതിൻ്റേതായ ഗുണവും ദോഷവും കോൺഗ്രസിനുണ്ട്. ഗുണവും ദോഷവുമുണ്ട്. ഇപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ, എനിക്കൊരു അഭിപ്രായം പറയാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു അഭിപ്രായം എൻ്റേതായ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ഈ നാടൻ വഴി പറയും നമ്മുടെ മൂക്കാരും ചെത്താനില്ല. CPMൽ അങ്ങനെയല്ല. അഭിപ്രായം പറയുമ്പോൾ ആ ഇരിക്കുന്ന ആളുടെ ഇംഗിതം അറിഞ്ഞുകൊണ്ട് വേണം അഭിപ്രായം പറയാൻ. അവരുടെ മനസ്സറിഞ്ഞ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അവർ ആ പാർട്ടിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്തു പോയേക്കാം, പിന്നീട് അവർ ആ പാർട്ടിയിലൊന്നും അല്ലാതായേക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ ഏതായാലും ആ പ്രശ്നമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക്
ഒരാളെ വിമർശിക്കണോ? വിമർശിക്കാം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ബൂത്ത് പ്രസിഡന്റ് ചിലപ്പോൾ AICC പ്രസിഡന്റിനെ വിമർശിക്കും. അതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലൊരു സ്വാതന്ത്ര്യം മറ്റൊരു പാർട്ടിയിൽ കിട്ടുകയില്ല. നിങ്ങൾക്കിത് വളരെ ഫ്രീ ആയി വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് അതിൻ്റെ ഗുണം. എന്താണ് ദോഷമെന്ന് ചോദിച്ചാൽ ഇതിനൊരു ഒരു കേഡർ സിസ്റ്റം ഇല്ല. കേഡർ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നല്ല ഇത് പ്രവർത്തിക്കുന്നത്. ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വളരെ കൃത്യമായ മോണിറ്ററിങ് സംവിധാനങ്ങൾ, വളരെ കൃത്യമായ പരിപാടികൾ, ആ പരിപാടി നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, നടന്നില്ലെങ്കിൽ നടപടിയെടുക്കുക, ഇങ്ങനെയുള്ള വലിയ ചട്ടക്കൂട്, അങ്ങനെ ചട്ടക്കൂട് കോൺഗ്രസ്സിനില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ യൂത്ത് കെയർ പോലും ഇതിൻ്റെ പരിപാടികളുടെ യഥാർത്ഥ വ്യാപ്തി എന്താണെന്ന് പുറത്തേട്ട് വരാത്തതിൻ്റെ ഒരു കാരണം അത് ഈ ചട്ടക്കൂടില്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു കറക്റ്റ് മോണിറ്ററിങ്ങോ കറക്റ്റ് റിപ്പോർട്ട് എടുക്കലോ ആ റിപ്പോർട്ടിങ്ങോ ഒന്നും അങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസ്സിലില്ല. അതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ സത്യത്തിൽ യൂത്ത് കെയറിനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടി നടന്നിട്ടുണ്ട്. കാരണം കൊറോണയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അന്നിപ്പോൾ യൂത്ത് കെയർ എന്നുള്ള എല്ലാ സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും പ്രവർത്തിച്ചിട്ടുണ്ട്. മരണം സംഭവിച്ചവരെ അടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരെ അടക്കാൻ സഹായിച്ചിട്ടുണ്ട്. മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. സാമൂഹ്യ അടുക്കള സംഘടിപ്പിച്ചപ്പോൾ അതിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കോൺഗ്രസ്സിലെ ഐക്യം ഒത്തൊരുമ എന്നൊക്കെ പറയുമ്പോൾ ചിരിപ്പിക്കല്ലേ, ഞാൻ ചോദിക്കട്ടെ. കോൺഗ്രസ്സിലെ ഐക്യം ഒത്തൊരുമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ജനറേഷനിലെ ആളുകൾ ഈ ട്രോൾസിലൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് കാണണമെങ്കിൽ ഇതാ കോൺഗ്രസ്സിലോട്ട് നോക്കിയാൽ മതി, A മുതൽ Z വരെ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ ആ ഒരു അടി അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലൊരു അടി നിങ്ങളുടെ പ്രവർത്തനത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിന് ഒരു ചരിത്രമുണ്ട്. കോൺഗ്രസ് A മുതൽ Z വരെ കാണാമെന്ന് പറയില്ലേ? എന്തായിരുന്നു A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നറിയോ? എന്തായിരുന്നു? അറിയോ? അത് പഠിച്ചിട്ടാണോ? പറ. സത്യത്തിൽ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ചരിത്രപരമായ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുമായി ചേർന്ന് നിന്നവർ, ഇന്ദിരാ കോൺഗ്രസുമായി ചേർന്ന് നിന്ന പാർട്ടിയിൽ അന്നുണ്ടായിരുന്ന ആളുകളായിരുന്നു I ഗ്രൂപ്പ്. അന്ന് ഇന്ദിരാഗാന്ധിയുമായി ഭിന്നപ്പെട്ട അവരുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയവരായിരുന്നു ശ്രീ AK ആൻ്റണി നടത്തുള്ള A ഗ്രൂപ്പ്. ഇങ്ങനെ ചരിത്രപരമായൊരു പൊസിഷനിങ് ഉണ്ടായിരുന്നു അതിന്. അതായിരുന്നു ആ രണ്ട് ഗ്രൂപ്പുകൾ. ഈ പിൽക്കാലത്ത് ആ ഗ്രൂപ്പ് സ്ട്രക്ചർ ഒരു പരിധിവരെ പാർട്ടിക്ക് ഗുണവും ദോഷവും സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ 1% അതിന് ഗുണവും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം പുതിയ നേതാക്കന്മാർക്ക് കടന്നു വരാനും നിങ്ങൾ ഈ പറയുന്ന ഒരു ചട്ടക്കൂടില്ലാത്ത പാർട്ടിയിൽ ഒരു എന്താ പറയണേ ഒരു അൺഒഫീഷ്യൽ ചട്ടക്കൂട് ഉണ്ടാക്കാനുമൊക്കെ ഈ ഗ്രൂപ്പ് സിസ്റ്റം അന്ന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രാധാന്യം ഇന്നില്ലാത്തതിൻ്റെ കാരണം ഒന്ന് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു, രാജീവ് ഗാന്ധി മരണപ്പെട്ടു, സോണിയാഗാന്ധി രാഷ്ട്രീയം വിട്ടു, അത്രയും തലമുറ മാറിപ്പോയി. ഇന്നിപ്പോൾ എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആ ഒരു ലീഡർഷിപ്പിനെ മാത്രം അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ ചരിത്രപരമായ ഐഡിയോളജിക്കൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രൂപ്പ് നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഒരു ഗ്രൂപ്പ് സിസ്റ്റം, ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ ആരാ A ഗ്രൂപ്പ് ആരാണിപ്പോൾ I ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇന്ന് അങ്ങനെ അല്ല. ഞാൻ നേരത്തെ അന്ന് I ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ I ഗ്രൂപ്പുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളായിരുന്നു എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് ആ ഗ്രൂപ്പ് ഇല്ല. ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. AIനോട് അബിൻ വർക്കിയെ പറ്റി ചോദിച്ചപ്പോൾ AI തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കുട്ടികൾ ചോദിക്കും. കുട്ടികളോ? അല്ല, ഞങ്ങളുടെ പിള്ളേർ, ഞങ്ങൾ തന്നെ, എല്ലാം ഞങ്ങൾ തന്നെ. എന്നെ തന്നെ ഉദ്ദേശിച്ചു. ചോദിച്ചോ, ഈ സാധനം തുടങ്ങും. അപ്പൊ ആദ്യത്തെ ചോദ്യം, ചാനൽ ചർച്ചകളിൽ നിങ്ങൾ പലപ്പോഴും എതിരാളികളെ ആവിയായി പോകുന്ന രീതിയിൽ പൊളിച്ചെടുക്കാറുണ്ട്. ഏറ്റവും മെമ്മറബിൾ ആയ ഒരു ചാനൽ മൊമെന്റ് എന്താണ്? ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് ഒരു ചാനൽ മൊമെന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയാണ്. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈ ഇലക്ഷൻ ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു. അപ്പോൾ അന്ന് എറണാകുളത്തെ വികസനത്തെ സംബന്ധിച്ച് എൻ്റെ ഒരു 2 മിനിറ്റ് വരുന്ന ഒരു ചെറിയ റീല്. അപ്പോൾ ആ സാധനം നന്നായി, അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ചർച്ച എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ, അന്ന് ശ്രീ അജിംസായിരുന്നു ചർച്ച നയിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മെമ്മറബിൾ ചാനൽ മൊമെന്റ് ഇതായിരിക്കും അല്ലേ? ഏത്? ആക്കി
അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുമ്പോഴേ 2 മാസം കൂടി ഉറങ്ങിക്കൂള് പോലെയുള്ള ഒരു ട്രോൾ ലൈനൊക്കെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴേ അത് കാണുമ്പോൾ ഈ കമന്റ്സ് കാണുമ്പോഴേ എന്താണ് സന്തോഷമാണോ തോന്നുന്നത്? ആൾക്കാർ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ ഒരു ഞാൻ എൻ്റെ കോണ്ടാക്റ്റിൽ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം എന്നെ സത്യത്തിൽ നമ്മൾ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ കമൻ്റ് എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കമൻറ്റ് വളരെ രസകരമായ കമൻറ്റുകൾ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹ്യൂമർ സെൻസോട് കൂടിയുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈയിടെയായിട്ടുള്ള പ്രശ്നം വളരെ ടാർഗറ്റഡ് ആയിട്ട് അങ്ങ് വളരെ മോശമായ കമൻറ്റുകൾ, അത് നമ്മുടെ വീട്ടുകാരെയൊക്കെ കൂട്ടി വിളിക്കുക. അപ്പോൾ എനിക്കൊക്കെ എന്നും സൈബർ അറ്റാക്ക് പതിവാണ്. അപ്പോൾ പതിവായി ഇപ്പോൾ അത് ശീലമായി എന്നെ ഇരട്ടപ്പേരൊക്കെ വിളിക്കുക എന്നുള്ളത് വളരെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ അല്ല, തീർച്ചയായിട്ടും അത് എൻ്റെ ഇരട്ടപ്പേര്, എന്നെ പേര് വിളിച്ച് എൻ്റെ എല്ലാ കമൻറ്റിലും അല്ലെങ്കിൽ എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും എൻ്റെ ഒരു 25 പ്രാവശ്യങ്ങളിൽ എൻ്റെ ഇരട്ടപ്പേര് വിളിക്കാത്ത ഒരു പോസ്റ്റും കാണില്ല. അത് നോക്കിയാൽ മതി, ഞാൻ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണ്ടേ. ഓക്കെ, മൂന്നാമതൊരു ചോദ്യം പറയുന്നത്, ചാനൽ ചർച്ചകളിൽ എതിരാളികൾ ക്യാപ്സ്യൂൾ അടിക്കുമ്പോൾ നിങ്ങൾ അവരെ കണ്ടം വഴി ഓടിക്കുന്ന ഒരു സ്റ്റൈല് വളരെ ഫേമസ് ആണ്. അത്തരം ഡിബേറ്റിന് ശേഷം ബാക്കി വരുന്ന ഏറ്റവും രസകരമായ ഒരു ബാക്ക് സ്റ്റേജ് ഒരു മെമ്മറി എന്തായിരിക്കും? ബാക്ക് സ്റ്റേജ് മെമ്മറി, ഒരു ദിവസം ഒരു ചാനൽ ചർച്ച, മാതൃഭൂമി ചാനൽ ചർച്ചയിലായിരുന്നു. അപ്പോൾ ഞാനും BJPയുടെ എസ് സുരേഷും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ചാനൽ ചർച്ചയിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്ന് സ്റ്റുഡിയോയിൽ തന്നെ ചർച്ച. അപ്പോൾ സ്റ്റുഡിയോ ചർച്ചയിൽ ഞങ്ങൾ ഭയങ്കരമായ അടി നടന്നു. അപ്പോൾ കൈയൊക്കെ എടുത്ത് സംസാരിച്ചു. അദ്ദേഹവും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന്, സ്റ്റുഡിയോയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ലൈവ് ചർച്ച നടക്കും, എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. നീ ആരടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ വന്നു. ഈ ചാനൽ ചർച്ച കഴിഞ്ഞപ്പോൾ ഈ മാതൃഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒരു വഴിയും എന്നെ വേറൊരു വഴിക്കൊക്കെ കടത്തിവിടുകയാണ്. അപ്പം ഞാൻ ഇറങ്ങിയ വഴിയെ ഞാൻ ചോദിച്ചു, സുരേഷ് ചേട്ടൻ്റെ അവിടെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല അദ്ദേഹത്തിന് അപ്പുറം വഴി വിട്ടു. ഞാൻ ചോദിച്ചു, അതെന്തിനാ അപ്പുറം വഴി വിട്ടത്? അപ്പം നോക്കിയപ്പോൾ അദ്ദേഹവും പറയുകയാണ്, അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പം ഞങ്ങളവിടെ വളരെ ജോളിയായി നിന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എന്നോട് ഈ മാതൃഭൂമിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തനം പറയുന്നത്, ഞാൻ ഓർത്തു നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഇവിടെ വെച്ചുണ്ടാവും, അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ 2 വഴിക്കേക്കടെ ഇറക്കി വിട്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭയങ്കര സംഘർഷമൊക്കെ ഉണ്ടായി തിരിച്ചിറങ്ങി വരുമ്പോൾ വളരെ സമാധാനപൂർവ്വമായി സംസാരിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബിൻ ചേട്ടാ, ഇനി ആറന്മുളയിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ. ഇറാനിലെ യുദ്ധമാണെങ്കിലും ബാനുവിന്റെ ഫ്ലൈറ്റ് ഓൺ എയർ. ഞാനൊരു നല്ല സാധനം പറയാൻ ആറന്മുളയിൽ അബിന്റെ ആറാട്ട് അങ്ങനെ 3 പ്രാവശ്യം പറ. ആറന്മുള 5 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാനൊന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആറന്മുളയിൽ അബിന്റെ ആറാടട്ടെ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു കാര്യോട് പറയാം, അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള തീരുമാനങ്ങളും ഈ നിമിഷം വരെ എൻ്റെ പാർട്ടി എടുത്തിട്ടില്ല. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇനിയും ദിവസങ്ങളുണ്ട്, അത് തീരുമാനങ്ങൾ വരുമ്പോൾ ഇല്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. എന്നെ ആരും നോക്കല്ലേ. അങ്ങനെ അത് സത്യമായിട്ടും അതിൻ്റെ അകത്ത് തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ വിശ്വസിക്കണം പ്ലീസ്. അതെ, എന്നെ വിശ്വസിക്കണം പ്ലീസ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. തീരുമാനം വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.